ശക്തമായ കാറ്റിലും മഴയിലും എറണാകുളം ചേന്നമംഗലം അങ്കാളി അമ്മൻ ക്ഷേത്രത്തിൽ മേൽക്കൂര തകർന്നു. ക്ഷേത്രത്തിന് 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികളായ ടി മോഹനൻ, VU പ്രദീപ് കുമാർ എന്നിവർ അറിയിച്ചു. കൗതുകവും പ്രോത്സാഹനവുമായി അധ്യാപികയുടെ നൃത്താവതരണം. നൃത്തമാടിയത് വിദ്യാർത്ഥികൾക്കൊപ്പം ക്ലാസ് മുറിയിൽ. പരിപാടി വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ശിക്ഷാ സപ്താഹിന്റെ ഭാഗമായി. ലോക മുങ്ങിമരണ പ്രതിരോധ ദിനം ആചരിച്ച് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ. മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതി ബ്രാൻഡ് അംബാസിഡറും സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റന ഫാത്തിമയെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടി പ്രധാനാധ്യാപിക ഷെറീന B ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ അനധികൃത ഫാമുകൾക്കെതിരെ നടപടി. ഫാമിൽ നിന്ന് പന്നികളെ പിടികൂടി മാറ്റി. നടപടി പ്രദേശവാസികളുടെ പരാതിയിൽ. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഭീഷണിപ്പെടുത്തിയത് പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ തൊഴിലുറപ്പിൽ ജോലി നൽകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശബ്ദ സന്ദേശം പുറത്ത്. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. പൂനെ, മുംബൈ, പാൽഗർ, താനെ, റായ്ഗഡ് എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. താനെ അടക്കം 4 ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അത്യാവശ്യത്തിനല്ലാതെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ആളുകൾക്ക് നിർദ്ദേശം നൽകി. പാഴ്സൽ വാങ്ങിയ ഊണിൽ അച്ചാറില്ലാത്തതിന് ഹോട്ടൽ ഉടമയ്ക്ക് പിഴ. ഉപഭോക്താവിന് 35,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. 25 ഊണ് പാഴ്സലായി വാങ്ങിയ ആരോഗ്യസ്വാമി എന്നയാൾ നൽകിയ പരാതിയിലാണ് ഉത്തരവ്.